ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു A4 സൈസ് ഷീറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. ഞാനിത് ഹാഫ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. നമുക്ക് എന്തൊരു മണി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കളർ പേപ്പർ വേണമെന്ന് എടുക്കാം കേട്ടോ. പിന്നെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ സിസേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്ന നേരെ വീഡിയോയിലേക്ക് പോയാലോ. ബാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര അളവ് ആവശ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തോരം ചെറുതാക്കണമെന്ന് വെച്ചാൽ അത്രയും ചെറുതാക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് മടക്കി കൊടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാം. അപ്പോൾ ഞാനിപ്പോൾ ഇനി ടേപ്പും കൊണ്ട് എങ്ങനെ സ്റ്റിക്കി നോട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണം ടേപ്പാണ്. ടേപ്പ് ഫസ്റ്റ് നമുക്ക് പൊളിച്ചെടുക്കാനായിട്ടാണ് പാട്. കിട്ടിയിട്ട് ഗൈസ്, ടേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടേപ്പിലേക്ക് നമ്മളൊരു പീസ് ടേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മുടെ ടേപ്പും പോയിട്ട് ഈ നമ്മൾ സ്റ്റിക്കിലോട്ട് വെച്ചിട്ട് ഈ പകുതി പേപ്പറിലും പകുതി അത്ര മതി ടേപ്പിലുണ്ട്. ഇതുപോലെ ആക്കി എടുക്കണം. കണ്ടില്ലേ, പകുതിയാണ് പേപ്പറിലേക്ക് വന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചേർത്ത് നമ്മൾ കുറച്ച് ഇടവിട്ടിട്ട് മാത്രമാണ് കട്ട് ചെയ്യാമുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പുറത്തേം കൂടി ഒന്ന് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര തന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇത്ര തന്നെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പകുതിന്നായിട്ട് മുറിച്ച് കൊടുക്കണം. അല്ലേ, ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റിക്കി നോട്ടുള്ള റെഡിയായി ഉണ്ടാവും. നമ്മുടെ എന്തിലൊക്കെ എഴുതണമെങ്കിൽ എഴുതിയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, എല്ലാം ഞാൻ മുകളിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ മുകളിലായിട്ട് ഒട്ടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു കവർ ഉണ്ടാക്കണ്ടേ. കവർ മീൻസ് ഇത് ഒട്ടിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഹാഫാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതും ഒന്നും കൂടി ഇതിനെ മടക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇത്ര ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെച്ച് എടുക്കണം. അതിനായിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ എഡ്ജൊക്കെ നല്ല ഇരിക്കുന്ന ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ എല്ലായിടത്തും അത് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ.
ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആകാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ സ്കെച്ചും കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് സ്റ്റിക്കിനോട്ട് നമുക്ക് മേളിൽ എഴുതി കൊടുക്കാമെന്ന്. ഇതേ ഞാൻ സ്റ്റിക്കിനോട്ട് നിന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിൾ ഡിസൈനാണ് ചെയ്യുന്നത്, ആർക്കും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഔട്ടറിൽ ഒരു ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈറ്റ് ഗ്രീനും കൊണ്ട് കുറച്ച് ലീഫ് വരച്ച് കൊടുക്കാം. ലീഫ് വരയ്ക്കുമ്പോഴത്തേക്കും ഈ പേപ്പറിൻ്റെ ലുക്ക് അങ്ങോട്ട് മാറും. ലീഫല്ല, ഡെക്കറേഷൻ കഴിയുമ്പോൾ. ഞാൻ സിമ്പിൾ ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ കൊടുക്കാം. ഈ ഡെക്കറേഷൻ കൊടുക്കുന്നതൊക്കെ പിന്നെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് സ്റ്റിക്കിനോട്ട് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ബുക്കിലേക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി, ബുക്കിൻ്റെ ഫ്രണ്ട് പേജിലായിട്ട്. ഓക്കെ, നമ്മളിതേ ബോർഡറൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പേപ്പർ കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മുടെ സ്റ്റിക്കി നോട്ട് നമുക്കിതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വർക്കിംഗ് ആണോ നോക്കണ്ടേ. അപ്പം ഞാനിപ്പോൾ ഒരു ബുക്കല്ല, ഞാനിപ്പോൾ ഒരു കാർഡ്ബോർഡല്ല, ഒരു ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബുക്കിൻ്റെ അകത്ത് ഞാൻ ഈ സ്റ്റിക്കിനോട്ട് ഒട്ടിച്ച് കാണിച്ചു തരാം. ചെറുതായിട്ടൊന്ന് താഴ്ചടിപ്പോയി, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്കിനി ഒരെണ്ണം എടുക്കാം, പറിച്ചെടുക്കാം. അപ്പം അതെ, നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബുക്കിലേക്ക് ഇങ്ങനെ ഒട്ടിക്കാം. ശരിയായില്ല. ഓക്കെ, ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കത് ഇഷ്ടമുള്ള റൈറ്റിങ്സ് കൊടുക്കാം. ഞാനിപ്പോൾ എഴുതുന്നത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നാണ്. നമുക്ക് റെഡ് ഹാർട്ട് കൂടി ഒന്ന് വരച്ചു കൊടുക്കാമല്ലേ. ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ സോപ്പാണ്. പേപ്പർ സോപ്പിൻ്റെ വീഡിയോ കാണണം നിങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് മീ ശ്രീന്ദ ബ്ലാസ് സൈനിങ് ഓഫ്. ബൈ.